മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഉള്ളതിനെ ഞാൻ നോക്കുകയില്ല. കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല. കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം തന്ന സ്വർഗീയ പിതാവിനായി സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നതും കർത്താവ് ചെയ്ത ചില അത്ഭുത സൗഖ്യങ്ങളാണ്. ആദ്യമായിട്ട് എബിരേസ്യ മനോജാണ് സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഈ സിസ്റ്റർ തൻ്റെ മകനുണ്ടായ അനുഭവത്തെയാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ മകന് 16 വയസ്സുണ്ട്. എന്നാൽ 3 വയസ്സ് ഉണ്ടായിരുന്ന സമയത്ത് ആ കുഞ്ഞ് സ്റ്റെയറിലൂടെ നിരങ്ങുന്ന സമയത്ത് തൻ്റെ ജനനേന്ദ്രിയം പോയി ഇടിക്കുകയും അതിന് പ്രയാസമുണ്ടാകുകയും ചെയ്തു. ശരീരത്തിൽ നീര് വെക്കുവാനായി തുടങ്ങി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു. അതികഠിനമായ വേദനയായിരുന്നു. ഈ സിസ്റ്റർ പറയുന്നത് വളരെ പ്രയാസത്തോടെ യൂറിൻ പാസ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായി അവ ചർച്ചിൽ വരുമ്പോൾ ബ്രദർ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വയസ്സുള്ള ആ കുഞ്ഞ് ആ സമയം തന്നെ യൂറിൻ പാസ് ചെയ്യുകയും തൻ്റെ ശരീരത്തുണ്ടായിരുന്ന നീരിൽ നിന്നും പൂർണ്ണമായി സൗഖ്യത്തിലേക്ക് വരികയും ചെയ്തു. കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യത്തിനായി നന്ദി പറയാം. 3 വയസ്സ് മാത്രമുള്ള ആ കുഞ്ഞിൻ്റെ ലൈഫിൽ കർത്താവ് ചെയ്ത അത്ഭുതം നിങ്ങൾ ഓരോരുത്തരും കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രയാസത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ പോകുന്നത്. എന്നാൽ സൗഖ്യമാക്കാൻ കഴിയുന്ന സൗഖ്യത്തിൻ്റെ ശക്തിയെ നമ്മുടെ മേൽ പകരുവാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ മുൻപിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചാട്ടെ. അവൻ നമുക്ക് മതിയായവനാണ്. ഏത് പ്രയാസത്തോടെയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിലും അവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. വലിയൊരു അത്ഭുതത്തെ നമുക്ക് കാണാം. സാക്ഷ്യത്തിലേക്ക് പോകാം. ഈ സാക്ഷ്യം ഇന്നും ഇന്നലെയും നടന്നൊരു കാര്യമല്ല. 13 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കർത്താവ് ഈ മകന് കൊടുത്തൊരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ആയിരിക്കുന്നത്. അന്ന് മകൻ ഈ സാക്ഷ്യം അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ മകന് വയസ്സ് 3 ആയിരുന്നു. ഇപ്പോൾ അവന് 16 വയസ്സുണ്ട്. 13 വർഷം മുമ്പ് കർത്താവ് ചെയ്തൊരു അത്ഭുതമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സിസ്റ്റർ തന്നെ പറഞ്ഞാട്ടെ. സിസ്റ്ററിന്റെ പേരെന്താണ്? എൻ്റെ പേര് എബിരേസ്യ മനോജ്. എബിനേസർ മനോജ്. മകന്റെ പേര് ജിസൻ മനോജ്. ഓക്കെ, സിസ്റ്റർ തന്നെ പറഞ്ഞാട്ടെ എന്താണ് ഉണ്ടായതെന്ന്. ഇവന്റെ 3 വയസ്സിൽ ഇവൻ ഭയങ്കര കുസൃതിയാണ്. 3 വയസ്സിൽ ഭയങ്കര കുസൃതിയാണ്. ഈ സ്റ്റെയറിന്റെ എൻഡില് ബോൾ പോലെ ഒരു സാധനം ഇരിക്കും. അതെ അതെ അതെ. അപ്പൊ ഇവൻ കളിച്ച് നിൽക്കുകയായിരുന്നു. അപ്പൊ അന്ന് ഇടയ്ക്ക് അത് വേറെ ഇടിച്ചു കൊടുത്തു. ജനനേന്ദ്രിയത്തിലാ ഇവനിടിച്ചത്. കളിക്കുന്നതിനിടയ്ക്ക് അത് ആ ചറിക്ക് വരുന്ന ആ സ്പീഡില് അത് ഇടിച്ചു. ഓ, ജനനേന്ദ്രിയത്തിൽ ഇടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നേറ്റിങ്ങര ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓക്കെ, മെഡിസിൻ എടുത്തു. വേദന മാറിയില്ല, മാറ്റമൊന്നുമില്ല. സർജറിക്ക് വിട്ടു, അവിടെയും കാണിച്ചു. അതായത് അടിവയറ്റ് ഇടിച്ചു, ജനനേന്ദ്രിയത്തിൽ ഇടിച്ചു, വേദന മാറുന്നില്ല. എന്താ അത് മാത്രമല്ല, ഇവന്റെ ശരീരം അതിനുശേഷം കുളിച്ചിറങ്ങുന്നത് പോലെ വിയർക്കും.
കുളിച്ചിറങ്ങുന്നത് പോലെ വിയർക്കും. വിയർക്കും. ഓക്കെ, ഡോക്ടേഴ്സ് എന്താ അപ്പൊ പറഞ്ഞിരുന്നത്? ഡോക്ടർ അവിടെ നിന്ന് തന്നെ നേരെ മെഡിക്കൽ കോളേജ് സർജറിക്കാണ് വിട്ടത്. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടു, സർജറിക്ക് വേണ്ടി പക്ഷെ വിട്ടു. ഞാൻ പോയില്ല. ഞാൻ ഭയപ്പെട്ടു. കാരണം എന്റെ കൂട്ടിന് എനിക്ക് ആരുമില്ല, ദൈവം മാത്രമേ എനിക്കുള്ളൂ. ആമേൻ. അന്ന് ആ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നതും ആ വിശ്വാസത്തിൽ ആമേൻ. തന്നെ. ഹല്ലേലൂയ. എവിടെ ആരാധന നടന്നാലും അതെനിക്കൊരു അനുഗ്രഹമാണ്. ആമേൻ. ദൈവത്തെ സ്വതന്ത്രമായി സ്തുതിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ഞാൻ പാഴാക്കാറില്ല. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഞാന് പട്ടത്താണ്, പട്ട LIC ഓഫീസിന് ഈദ് ഹൈറ്റ്സ് എന്ന് പറഞ്ഞത്, അതായത് 2014 അതിലെങ്ങാണ്ടാണ് പോയത്. അപ്പൊ ഇവനെ കൊണ്ടുപോയി ബ്രദറിനെ ഞാൻ കാണിച്ചു. പക്ഷെ ഇവനെ കണ്ട ഉടനെ ബ്രദർ അടുത്ത് വിളിച്ച് വിഷയം ചോദിച്ചു, വിഷയം പറഞ്ഞു. അപ്പൊ ഇവനെ ടോയ്ലറ്റിലേക്ക് വിട്ടു, യൂറിൻ പാസ് ചെയ്യാൻ വിട്ടു. വേദന ഉണ്ടോ എന്ന് ചോദിച്ചു, പറഞ്ഞു വേദന ഇല്ല. പക്ഷെ ആ ശരീരത്തുള്ള ആ വിയർപ്പും ആ സ്പോട്ടിൽ തന്നെ നിന്നു. പക്ഷെ ഇന്ന് ഈ നിമിഷം വരെ ഈ ഒരു അസ്വസ്ഥമായിട്ട് അവന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടില്ല. അത് മാത്രമല്ല, അവനങ്ങനെ വലുതായിട്ടുള്ള രോഗങ്ങളൊന്നും വരാറുമില്ല. അത് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്. 3 വയസ്സിൽ ഈ മകനുണ്ടായ സാക്ഷ്യം. ഇപ്പൊ മോന് എത്ര വയസ്സായി? 16 വയസ്സ്. അത് 13 വർഷങ്ങൾക്ക് ശേഷമാണ് ആ സാക്ഷ്യം പറഞ്ഞത്. അതായത് അന്ന് പ്രാർത്ഥിച്ചു, പിന്നെ അങ്ങനെ ഒരു പ്രയാസം ഈ കുഞ്ഞിനുണ്ടായിട്ടില്ല. എൻ്റെ കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിന് കരങ്ങളടിച്ച കർത്താവ് നന്ദി പറയട്ടെ. സഹോദരങ്ങളെ, എൻ്റെ ദൈവമല്ലാതെ ആരും ചെയ്യത്തില്ല. ഹല്ലേലൂയ. ആ മകന് കൊടുത്ത വലിയ സൗഖ്യത്തിന് നന്ദി. സിസ്റ്ററെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് എപ്പോഴായാലും ആ സാക്ഷ്യം അന്ന് പറഞ്ഞു തോർത്ത് നന്ദി പറയുന്നു. കാരണം കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അത് പറയണം സിസ്റ്ററെ. അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് ഉമേനല്ലൂരിൽ നിന്നും രോഹിണി എന്ന പേരുള്ള സിസ്റ്ററാണ്. ഈ സിസ്റ്റർ പറയുന്നത് തനിക്ക് തലകറക്കം ഉണ്ടാകുമായിരുന്നു. തലകറക്കം എന്ന് പറയുമ്പോൾ തല കറങ്ങി താഴെ വീഴുന്ന അനുഭവത്തിലായിരുന്നത്. അതായത് തല വീഴുമ്പോൾ തൻ്റെ തല പൊട്ടുകയും പല പ്രാവശ്യം സ്റ്റിച്ചിടുകയും ചെയ്യുന്ന അനുഭവമുണ്ടായി. തൻ്റെ ഹസ്ബൻഡ് അത് കാരണം തന്നെ ഒറ്റയ്ക്കാക്കി പോകത്തില്ല, തനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ കഴിയത്തില്ല. ഒത്തിരി പ്രയാസത്തോടെയാണ് ഈ കുടുംബമായിരുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരം തന്നെ തൊടുവാനും ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരുവാനും കർത്താവ് സഹായിച്ചു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കാണാം. ഒരു 7-8 മാസം കൊണ്ട് തല കറങ്ങി വരും. കറങ്ങുന്നതായിട്ട് തോന്നത്തില്ല. നിൽക്കുമ്പോൾ തന്നെ അങ്ങ് വീഴുവാണ് തറയിൽ. വീഴുമ്പോഴേ തലയങ്ങ് പൊട്ടി ബ്ലഡ് മറിയും. അന്നേരം ഭർത്താവ് എടുത്ത് തോളെ ഇടുമ്പോഴേ ഷർട്ട് മൊത്തവും ബ്ലഡ് അങ്ങാവും. 4 തയ്യലിടും. പിറ്റേ പ്രാവശ്യം വീഴുമ്പോൾ 5 തയ്യലിടും, 3 തയ്യലിടും. അങ്ങനെ 4-5 പ്രാവശ്യം വീണ്. പക്ഷേ എപ്പോഴായി തല കറങ്ങുന്നതെന്ന്, എന്താ എനിക്ക് തല കറങ്ങുന്ന ഇരിക്കട്ടെന്ന് പറയാൻ എനിക്ക് തല കറങ്ങുന്ന അറിയത്തില്ല. ഡോക്ടർക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ വീണ് വരുമ്പം ബ്ലഡ് ഇടാനേ ഞങ്ങളെ കൊണ്ട് പറ്റൂ, അല്ല വേറെ അതിന് ഒരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റ് മണി കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ വരുന്ന സമയത്ത് സോളി സിസ്റ്റർ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് ഈ അമ്മയ്ക്ക് ഉണ്ടായ ഒരു അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അമ്മ പറഞ്ഞാട്ടെ, അമ്മയുടെ പേരും സ്ഥലമൊക്കെ പറഞ്ഞു. എൻ്റെ സ്ഥലം ഉമേനല്ലൂർ, പേര് രോഹിണി എന്നാണ്. എന്ത് പ്രയാസമാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്? എനിക്ക് ഒരു 7-8 മാസം കൊണ്ട് തല കറങ്ങി വരും. കറങ്ങുന്നതായിട്ട് തോന്നത്തില്ല. നിൽക്കുമ്പോൾ തന്നെ അങ്ങ് വീഴുവാണ് തറയിൽ. വീഴുമ്പോഴേ തലയങ്ങ് പൊട്ടി ബ്ലഡ് മറിയും. അന്നേരം ഭർത്താവ് എടുത്ത് തോളെ ഇടുമ്പോഴേ ഷർട്ട് മൊത്തവും ബ്ലഡ് അങ്ങാവും ഭർത്താവിൻ്റെ ഷർട്ടിൽ. അങ്ങനെ അപ്പോഴേ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ 4 തയ്യലിടും. പിറ്റേ പ്രാവശ്യം വീഴുമ്പോൾ 5 തയ്യലിടും, 3 തയ്യലിടും. അങ്ങനെ 4-5 പ്രാവശ്യം വീണപ്പോഴെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നെങ്കിലും എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ദിവസം എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിലും പിന്നെ സോളി സിസ്റ്ററെ കാണിയോ പാസ്റ്ററെ കാണിയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ഒരു 7-8 മാസം ഞാൻ ചോദിച്ചോട്ടെ, അമ്മ അതായത് അമ്മ അറിയത്തില്ല, അമ്മ വീഴുന്നത് അറിയത്തില്ല. തല കറങ്ങി വരുന്നതായിട്ട് തോന്നത്തില്ല. ഒരിടത്ത് നിൽക്കും, ഞാനങ്ങ് നിന്ന പാടങ്ങ് വീഴുക. അത് മനസ്സിലാവത്തില്ല. അങ്ങനെ അമ്മ അവിടെ കിടക്കും. അങ്ങനെ ഈ തല കറങ്ങി വരുന്നെന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒരിടത്ത് ഇരിക്കുക. തല കറങ്ങി വരുന്നതായിട്ട് തോന്നത്തില്ല, അങ്ങ് വീഴുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ് കിടക്കുമ്പോഴാണ് സൗണ്ട് കേട്ടും കൊണ്ട് ഭർത്താവ് ഓടി വന്ന് എടുക്കുമ്പോൾ തലയിൽ കൂടെ ബ്ലഡ് മറിയുക. അന്നേരം എടുത്ത്
തോളിലോട്ട് ചാരി കിടത്തുമ്പോഴേ ഇട്ടിരിക്കുന്ന ഷർട്ട് മൊത്തം അങ്ങ് മുങ്ങും. അങ്ങനെ ആന്ന് ഓരോ പ്രാവശ്യവും. അപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അപ്പോഴും തയ്യലിടും, ഇനി വീട്ടിൽ വരും. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രയാസം കൊണ്ട് അമ്മയ്ക്ക് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യാൻ വീട്ടിൽ ജോലിയെല്ലാം ചെയ്യാനൊന്നും പറ്റത്തില്ല. നിൽക്കുമ്പോഴേ മറിഞ്ഞു, ഇങ്ങനെ നമ്മൾ നിന്നാൽ തന്നെ മറിഞ്ഞങ്ങ് പോയി, അങ്ങനെ മറിഞ്ഞങ്ങ് വീഴും. അതുകൊണ്ട് ഭർത്താവും മോനുമാണ് തുണി കഴുകുന്നത്, അടുക്കളയിലെ ജോലി ചെയ്യുന്നതും എല്ലാം. എൻ്റെ വീട്ടിലെ എല്ലാ പണിയും അവർ രണ്ടുപേരും കൂടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നേരം അത് കഴിഞ്ഞ് എന്നെ എങ്ങോട്ട് ഞാനൊന്ന് തിരിഞ്ഞാലും മറിഞ്ഞ് വീഴുമെന്നുള്ള ഉള്ളിൻ്റെ പേടി കൊണ്ട് എൻ്റെ കൂടെ ഏത് സമയവും കാണും. ഞാൻ ബാത്റൂമിൽ പോയാലും കുളിക്കാൻ പോയാലും എവിടെ നിന്നാലും. പക്ഷേ എപ്പോഴായി തല കറങ്ങുന്നതെന്ന്, എന്താ എനിക്ക് തല കറങ്ങുന്ന ഇരിക്കട്ടെന്ന് പറയാൻ എനിക്ക് തല കറങ്ങുന്ന അറിയത്തില്ല. തല കറങ്ങുന്ന പോലെ തോന്നത്തില്ല, ഞാനങ്ങ് വീഴുക. അങ്ങനെ വന്ന ഒരു 7-8 മാസം കൊണ്ട് ഇതേ കണക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഡോക്ടർ പറഞ്ഞ എങ്ങനെയെന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ കൗണ്ട് ഇങ്ങനെ കുറയുന്നുണ്ട്. ചിലപ്പോൾ 6 പോയിൻ്റ് കാണും, 7 കാണും, 8 കാണും, അതിൽ കൂടത്തില്ല. അത് വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെല്ലുമ്പോഴെല്ലാം ഈ 2 കുപ്പി ബ്ലഡ് ഇടും, ഇനി വീട്ടിൽ വിടും. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ചെല്ലുമ്പോൾ 2 കുപ്പി ബ്ലഡ് ഇടും, ഇനി വീട്ടിൽ വരും. അങ്ങനെയാണ് അന്ന് തൊട്ടേ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരു കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് സോളി സിസ്റ്ററെ കണ്ട് ഈ വിവരം ഒന്ന് പറയാം എന്നും പറഞ്ഞ് ക്യൂവിൽ എനിക്ക് നിൽക്കാൻ വയ്യ. ഈ പ്രയാസമുള്ള വരിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാനങ്ങ് മറിഞ്ഞ് പോവിയ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഫ്രണ്ടിലോട്ട് എന്ന് അവരോട് പറയാം, എനിക്ക് നിൽക്കാൻ വയ്യ സിസ്റ്ററെ, എന്നെ ഒന്ന് കയറ്റി വിട്. അന്നേരം അവർക്കും ചെയ്യാൻ പറ്റുന്നില്ല, ആളുകൾ അത്ര ജനം കൊണ്ട് നിൽക്കും. ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ കസേരയിലോട്ട് ഇരിക്കുക. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് സോളി സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഞാൻ വീണിട്ടുമില്ല. ഇപ്പൊ എത്ര നാളായി ഇത് മാറിയിട്ട്? ഇപ്പൊ 1 മാസത്തിൽ കൂടുതലായി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് ഡോക്ടറെ അടുത്ത് ചെന്നപ്പം പറഞ്ഞ് ഇനി 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി. പിന്നെ എന്തെങ്കിലും അസ്വസ്ഥത വരുന്നെന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അതിന് മുമ്പ് വരെ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നേരത്തെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ വീണ് നമ്മൾ ചെല്ലുക, ഡോക്ടർക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ഒന്നും പറ്റത്തില്ല. ഇങ്ങനെ വീണ് വരുമ്പം ബ്ലഡ് ഇടാനേ ഞങ്ങളെ കൊണ്ട് പറ്റൂ, അല്ല വേറെ അതിന് ഒരു മരുന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പം ചെന്നപ്പം ഡോക്ടർ പറഞ്ഞ്, ഇപ്പം അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ 9.2 ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, ഇനി അമ്മക്ക് 2 മാസം കഴിഞ്ഞ് അമ്മ വന്നാ മതി, അതിനിപ്പുറം എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു, അല്ലെങ്കിൽ വരണ്ടെന്ന്. അങ്ങനെ പിന്നെ ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അമ്മയ്ക്ക് നേരത്തെ ജോലി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെയുണ്ടോ? ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം കുറച്ചു നേരം നിന്നാലും ആ മറിഞ്ഞ് വീഴുന്ന ഒരവസ്ഥയില്ല. എങ്കിലും ഞാൻ വീഴുമെന്നുള്ള എന്തെല്ലാം ഭർത്താവ് കൂടെ അപ്പുറം ഇരുന്നാലും ഓടി വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. ചിലപ്പോൾ വീണ അവിടെ കിടന്നാൽ അറിയത്തില്ലല്ലോ. പക്ഷെ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, കർത്താവ് അമ്മയെ സൗഖ്യമാക്കി. നമ്മൾ അനേകര് ഇത് കാണുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ അവരെ നോക്കി പറയാനുള്ളത്? എന്നെ സൗഖ്യമാക്കിയ കർത്താവ് നിങ്ങളെല്ലാവരും വിശ്വസിക്കുകയും വേണം, നിങ്ങളെല്ലാവരും ദൈവത്തെ അറിയുകയും വേണം. കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിന്നാൽ നിങ്ങൾക്ക് അനേകായിരം മക്കൾക്ക് എന്നെക്കാളും വലിയ സൗഖ്യം കർത്താവ് തരും. ഹല്ലേലൂയ. ഈ അമ്മയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടു. അമ്മയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല, എപ്പോഴാണ് വീഴുന്നതെന്ന് അറിയാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സോളി സിസ്റ്റർ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഒരു അത്ഭുത സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഇന്ന് പകൽ നിങ്ങളും വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെയും ആ നല്ല കർത്താവ് സൗഖ്യമാക്കും. അസാധാരണമായ കാര്യങ്ങൾ സ്വർഗ്ഗം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ സാക്ഷ്യം നിങ്ങളെ ഏറ്റവും അധികം അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത സാക്ഷ്യം പങ്കുവെക്കുന്നത് മൊഹമ്മയിൽ നിന്നും ഷാജി എന്ന പേരുള്ള ബ്രദറാണ്. ഈ ബ്രദർ പറയുന്നത് തനിക്ക് BP കൂടിയതിനെ തുടർന്ന് സ്ട്രോക്ക് വന്ന് തൻ്റെ ഒരു സൈഡ് കോടിപ്പോകുവാനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനിടയായി. എന്നാൽ ഈ ബ്രദർ പറയുകയാണ്, തന്നോടൊപ്പം ആയിരുന്ന 4 പേര് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് മരണപ്പെട്ടു പോയി. തന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് ബ്ലഡ് ക്ലോട്ടായിരിക്കുന്നുവെന്നും അതിനെ തുടർന്ന് ഉണ്ടായിരിക്കുന്നു എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. താനും ഒരു സീരിയസ് കണ്ടീഷനിലൂടെ കടന്നു പോകുന്നു എന്ന് വാർത്ത കേൾക്കുമ്പോൾ ഈ ബ്രദർ പറയുക, തൻ്റെ വൈഫ് വിശ്വാസത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. 4 പേർ മരിച്ചു.
അത് കണ്ടുകൊണ്ടാണ് താനായിരിക്കുന്നത്, ആ വാർത്ത കേട്ടിട്ടാണ് താനായിരിക്കുന്നത്. തൻ്റെ ലൈഫും ഇതേ സാഹചര്യത്തിലൂടെയാണ് മുൻപോട്ട് പോകുന്നത്. തന്നോടും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് സീരിയസ് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബ്ലോക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ബ്ലഡ് ക്ലോട്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് അത്ഭുതത്തെ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. താനിപ്പോൾ ആരോഗ്യത്തോടെ ദൈവിക സൗഖ്യത്തോടെ കർത്താവിൻ്റെ അത്ഭുതത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും സീരിയസ് ആണ്, അവസാനം എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങളുടെ സൗഖ്യത്തെ അനുഭവിച്ചാട്ടെ. നമുക്ക് ആ സാക്ഷ്യത്തിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ചേട്ടന് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. ഓട്ടോയില്ലാണ്ട് ഓട്ടോയിലാണ്. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ താഴ്ത്തു പോയി. ആലപ്പുഴ വന്നപ്പോൾ കിറിയൊക്കെ ഒരു വശത്തേക്ക് കൂടിപ്പോയിരുന്നു. മൊത്തം തളർന്ന കാരണം ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല്ലിലേക്കുന്നെങ്കിൽ നമ്മൾ നെഞ്ചോട് ചാരി ഇരുത്തി വേണം എല്ലാം ചെയ്യാനായിട്ട്. 5 പേര് വന്ന് ആ റൂമിൽ, പക്ഷെ 4 പേരും മരിച്ചാണ്. 1/2 മണിക്കൂറായിട്ട് മരിച്ചു പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, യേശു ജീവിക്കുന്നു കേട്ടാ, യേശു ജീവിക്കുന്നു പറയാൻ പറഞ്ഞ് കൈ പിടിച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിക്കണം എന്താ സംസാരിക്കണം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി. ഇപ്പോഴും സൈക്കിൾ വിട്ടുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. പോരുന്നതിന് മുമ്പ് MRI സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാനിങ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇതിനകത്ത് എന്താ അസുഖം നിങ്ങളോട് ചോദിക്കുകയാണ്. ഓക്കെ, വലിയൊരു മരണക്കിടക്കയിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് ഷാജി ബ്രദറിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിരിക്കുകയാണ്. നമ്മൾ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം ഇന്ന് ഈ തിരുവല്ല മീറ്റിങ്ങിൽ കേൾക്കാനായി പോവുകയാണ്. സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ആലപ്പുഴയിലെ മുഹമ്മയിൽ നിന്നും ഷാജി ബ്രദറും വൈഫുമാണ്, ഗിരിജാൻറ്റിയുമാണ്. ആൻറ്റി പറയാമോ, എന്താണ് കർത്താവ് ആൻറ്റിയുടെ ജീവിതത്തിൽ ചെയ്ത വലിയ സൗഖ്യം ഒന്ന് വിവരിക്കാമോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2024 മാർച്ച് 3-ാം തീയതി പ്രഷർ കൂടി. ഷാജി ബ്രദറിനാണ് അല്ലേ? പ്രഷർ കൂടി. ഈ ഒരു വശം മൊത്തം തളർന്നു പോയി. വലതുകാലിന് മുട്ട് വരെ തളർന്നു പോയിരുന്നു. അപ്പൊ മുഹമ്മ ആശുപത്രി കൊണ്ടുവന്നപ്പോ പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല, ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോ പറഞ്ഞ് ഇവിടെയും പറ്റിയല്ല. അപ്പൊ ആലപ്പുഴ വന്നപ്പോ കിറിയൊക്കെ ഒരു വശത്തേക്ക് കൂടി പോയിരുന്നു, മൊത്തം തളർന്നാണ്. അങ്ങനെ 2024 മാർച്ച് മാസത്തില് ഷാജി ബ്രദറിനുണ്ടായ പ്രയാസമാണ്. എത്രാം തീയതിയാണ്? മാർച്ച് 3-നാണ് ഈ പ്രയാസം ഉണ്ടായിരുന്നത്. ഓക്കെ, പറഞ്ഞാട്ടെ. അന്ന് ആലപ്പുഴയിൽ നിന്ന് വണ്ടാനത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടെ കൊണ്ടുവന്ന് സ്കാനിങ് ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലോക്ക് ഒക്കെ കിടക്കുകയാണ്, ഒന്നും രക്ഷപ്പെടത്തില്ല, 6 മാസത്തിനുള്ളിൽ നോക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ ഒന്ന് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുമെന്ന് പ്രാർത്ഥിച്ച് ആ സമയം ഡോക്ടർമാര് ആശുപത്രി അഡ്മിറ്റ് ആക്കി. മൊത്തം തളർന്ന കാരണം ആഹാരം കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ പല്ലിലേക്കുന്നെങ്കിൽ നമ്മൾ നെഞ്ചോട് ചാരി ഇരുത്തി വേണം എല്ലാം ചെയ്യാനായിട്ട്. അങ്ങനെ ഞങ്ങൾ സഭയിൽ ബ്രദർ വന്നു, പ്രാർത്ഥിച്ച്. ഞാൻ ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾ എഴുന്നേറ്റിരിക്കുകയാണ് ചെയ്തത്. എഴുന്നേറ്റിരിക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഷാജി ബ്രദർ പറയാമോ, എന്താണ് ആ ഒരു മാർച്ച് 3-ാം തീയതി ബ്രദറിന് അനുഭവപ്പെട്ടത്? ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ ഫീൽ ചെയ്തു? തലവേദന തുടങ്ങി? തലവേദനയായിട്ടാണ് തുടങ്ങിയത്. ഓക്കെ, അത് പിന്നെ വീട്ടിൽ വന്ന് ഒരു ദിവസം കിടന്നു. ഓക്കെ, പിറ്റേ ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ പോയി. ഓക്കെ, മുഹമ്മ ചെന്നപ്പോഴാണ് അവര് നേരിട്ട് വണ്ടാനത്തേക്ക് 108 വിളിച്ച് കിട്ടു. ഓക്കെ, ആലപ്പുഴ 108 അല്ല, അന്ന് 108 ഇല്ലാണ്ട് ആംബുലൻസ് ഓട്ടോയിലാണ് വന്നത്. ഓക്കെ, ഓട്ടോയിൽ വന്നപ്പോൾ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ താഴ്ത്തു പോയി. പിന്നെ ഒന്നും അറിയില്ല. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരീരം മുഴുവൻ തളർന്നുപോയി. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് 6 മാസം കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ലെന്നാണ്. 6 മാസത്തെ ഞങ്ങൾ നോക്കാൻ 5 പേര് വന്ന് ആ റൂമില്, പക്ഷെ 4 പേരും മരിച്ചാണ്. 1/2 മണിക്കൂറായിട്ട് മരിച്ചു പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു യേശു ജീവിക്കുന്നു കേട്ടാ, യേശു ജീവിക്കുന്നു പറയാൻ പറഞ്ഞ് കൈ പിടിച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ ഡോക്ടർ എന്നോട് ചോദിക്കണം എന്താ സംസാരിക്കണം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ യേശുവിനോട് സംസാരിക്കുകയാണെന്ന് പറഞ്ഞ്. ആന്റി പറയുന്നത് ഹോസ്പിറ്റലിൽ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് 4 രോഗികൾ മരിച്ചുപോയി, സ്ട്രോക്ക് വന്നവർ മരിച്ചുപോയി. ഇയാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഓ, കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആന്റി പറഞ്ഞത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആന്റി പറഞ്ഞത് ഇങ്ങനെയാണ്, 4 പേരുടെ മരണം കണ്ടു, ഒരുപക്ഷെ ഭയം തോന്നി, എന്നാൽ അതിൻ്റെ നടുവിൽ ആന്റി യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു അത്ഭുത സാക്ഷ്യമാണ് നമ്മൾ കേൾക്കുന്നത്. കരമടിച്ചു കർത്താവിന് ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ ആലപ്പുഴ ചർച്ചിൽ നിന്ന് ലീഡേഴ്സ് കടന്നു വന്നു, അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്തോ എൻ്റെ അനുഭവപ്പെട്ടത്? അതിനുശേഷം ബ്രദർ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി ചെന്നപ്പോൾ ഇയാളെ ചമ്പളക്കുറുക്കായിട്ട് ഇരിക്കണ കാണുന്നത്. ഓക്കെ, 3-ാമത്തെ ദിവസം
ഞാൻ പറഞ്ഞു യേശു മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ചേട്ടന് 3-ാം നാൾ ഉയർത്തെഴുന്നേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് പിച്ചാപ്പിച്ച് നടക്കാൻ തുടങ്ങി. വീട്ടിൽ വന്ന് 7 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്ന് 3 ദിവസം കഴിയുമ്പോൾ ചേട്ടൻ നടക്കാൻ തുടങ്ങി. 3 ദിവസം കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങി. 6 മാസം വിധി എഴുതിയാണ് ഡോക്ടർ. ഞാൻ പറഞ്ഞു എന്റെ യേശു ജീവിക്കണം എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. 6 മാസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്. എന്നാൽ ദേവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ആ സെക്കൻഡ് തൊട്ട് എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. സൗഖ്യം കിട്ടി. 3 ദിവസം കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി. ഇപ്പോഴും സൈക്കിൾ വിട്ടുന്നുണ്ട്, ജോലിക്കും പോകുന്നുണ്ട്. ആന്റിക്ക് എന്താ പറയാനുള്ളത്? ഈ സാക്ഷ്യം ഇത് മാനുഷികമല്ല, ഇത് ദൈവം ചെയ്തതാണ്. അത്ഭുതങ്ങളാണ്, യേശു ചെയ്ത അത്ഭുതങ്ങളാണ്. 14 മാസമായിട്ട് കർത്താവ് നിങ്ങൾക്ക് അത്ഭുതങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് ഞങ്ങൾ കഴിയണത്. കർത്താവിന്റെ കൃപയാൽ ആണ് ഞങ്ങൾ കഴിയുന്നത്. എത്ര നാളായി കർത്താവിനെ അറിഞ്ഞിട്ട്? കർത്താവിനായിട്ട് ഇപ്പൊ 9 വർഷമായി. 9 വർഷമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നടത്തുന്നു. വലിയൊരു മരണക്കിടക്കയിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് ഷാജി ബ്രദറിനെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇത് വെറും ഒരു കെട്ടുകഥയല്ല, ജീവനുള്ള സാക്ഷ്യമാണ്. ഡോക്ടർമാർ 6 മാസം കഴിഞ്ഞേ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ദേവദാസന്മാർ നമ്മുടെ ജീസസ് വേൾഡിന്റെ ആലപ്പുഴ സഭ പ്രാർത്ഥിച്ചു. വലിയൊരു അത്ഭുത സൗഖ്യമായിട്ടാണ് ഇന്ന് ഗിരിജ ആന്റിയും ഷാജി ബ്രദറും മുഹമ്മയിൽ നിന്ന് നമ്മളോട് കൂടെ ആയിരിക്കുന്നത്. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഒരു സൈഡ് മുഴുവൻ തളർന്നുപോയ വ്യക്തിയാണ്. ഇന്ന് നിങ്ങൾ കണ്ടു കാണും, ഷാജി ബ്രദർ സ്റ്റേജിലേക്ക് നടന്നാണ് വന്നത്. പരസഹായം ഒന്നും കൂടാതെയാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ഇടതുവശത്ത് ഒരു തളർച്ചയുമില്ല. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രഷർ നോർമലിലേക്ക് വന്നല്ലേ? അതിനുശേഷം ഡോക്ടർമാർ എന്തോ പറഞ്ഞേ? പോരുന്നതിന് മുമ്പ് MR സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാനിങ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇതിനകത്ത് എന്താ അസുഖം നിങ്ങളോട് ചോദിക്കുകയാണ്. ആ സ്കാനിങ്ങിൽ യാതൊരു കുഴപ്പമില്ല, ഇവിടെ ഒന്നും കാണുന്നില്ലെന്നാണ് അവർ പറയുന്നത്. എന്താന്ന് അവർക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ്. നേരത്തെ രോഗം പറഞ്ഞ ഡോക്ടർമാർക്ക് തന്നെ അതിശയം തോന്നി, എന്താ കുഴപ്പമെന്ന്. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എൻ്റെ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ യേശു അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എനിക്ക് എന്താ യേശുവിനെ കുറിച്ച് പറയാനുള്ളത്? വലിയവനാണ്, മഹത്വത്തിന് പ്രത്യേകിച്ചുള്ളൂ. ആമേൻ. യേശു ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു വിഷയം ഇവിടെ ഉണ്ടാകത്തില്ല. ഞാൻ ഉണ്ടാകത്തില്ലായിരുന്നു, ഞങ്ങൾ 2 പേരും കാണത്തില്ല. കർത്താവ് ഉള്ളത് കാരണം ഞങ്ങൾ ജീവിക്കുന്നത്. ബൈബിൾ പറയുന്നത് നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്നവനാ. ഒരുപക്ഷെ ഇന്ന് ഗിരിജ ആന്റി വേദനയിലാകാവുന്ന സാഹചര്യമായിരുന്നു പിശാച് കൊണ്ടുവന്നത്. എന്നാൽ ദൈവമക്കളുടെ പ്രാർത്ഥന, ജീസസ് വേൾഡിലെ സഭയുടെ പ്രാർത്ഥന വലിയൊരു അത്ഭുതത്തെയാണ് ചെയ്തിരിക്കുന്നത്. കരങ്ങളെ തട്ടി കർത്താവിന് നന്ദി പറയാം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. ഇപ്പൊ അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടായിരിക്കുന്നു അല്ലേ? ഓക്കെ. ജീസസ് വേൾഡ് സഭയെ കുറിച്ച് എനിക്ക് എന്തോ പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വേദനയുടെ ഘട്ടത്തില് ദേവദാസന്മാർ ഓടി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ഇരുട്ടിനെ ഇങ്ങനെ കാണുമായിരുന്നു. ഇരുട്ട് കണ്ടാൽ ഉറങ്ങാൻ പറ്റത്തില്ല. പകൽ ഞാൻ ഒരു വീട്ടിൽ ജോലിക്ക് പോകും, പകലും കിടക്കാൻ പറ്റത്തില്ല, രാത്രിയിൽ ഉറങ്ങാൻ പറ്റത്തില്ല. എന്ത് സാധനം ഇങ്ങോട്ട് വരുന്ന പോലെ തോന്നും. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ച ആ സമയം രാത്രി 1:30 മണിയായി. അപ്പൊ ഞങ്ങൾ കിടക്കുമ്പോ ആ സമയത്ത് മാറി. പിന്നെ ലീഡേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞ് വേറെ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ച് അപ്പൊ തന്നെ സൗഖ്യം കിട്ടി. ആ ഇരുട്ടിന്റെ ഇത് മാറി. ആ ഇരുട്ട് കണ്ട് ഭയപ്പെടുന്ന അനുഭവം പൂർണ്ണമായിട്ട് മാറിപ്പോയി. കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നിങ്ങൾ ഏത് പ്രയാസത്തിലൂടെ ആണെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഉണ്ട് എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമാണ്. അതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്നും ജീവിക്കുന്നു. കരമടിച്ച് ചേർന്ന കർത്താവിന് നന്ദി പറഞ്ഞേ. നമ്മൾ കേട്ടത് ഗിരിജാന്റിയുടെയും ഷാജി ബ്രദറിന്റെയും ജീവിക്കുന്ന അത്ഭുത സാക്ഷ്യമാണ്. സ്ട്രോക്ക് വന്ന് തളർന്നു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞ 6 മാസം കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ ഷാജി ബ്രദർ ആരോഗ്യത്തോടെ നമ്മുടെ നടുവിലായിരിക്കുന്നു. ഇത് ദൈവം ചെയ്തതാണ്. കരമടിച്ചു ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഈ യേശു ജീവിക്കുന്നു, ഈ യേശു അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ്. താങ്ക് യു ജീസസ്. ഈ സാക്ഷ്യങ്ങൾ ഓരോന്നും ഓരോ വ്യക്തികളും പങ്കുവെക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? അവിശ്വാസത്തോടെ ആയിരിക്കുന്ന ചിലരെങ്കിലും ഇത് കേൾക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് വരുവാനും ദൈവത്തെ അനുഭവിക്കുവാനും ഇടയാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞത്, ദൈവജനം പറയുന്നു ദൈവത്താൽ ആകർഷിച്ചിട്ടല്ലാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന്. എന്നാൽ അതിന് കാരണമായത് ചില വാക്കുകളാണ്. ചില വ്യക്തികൾ ദൈവവചനം കേട്ടു, ചില വ്യക്തികൾ ഭിത്തിയിൽ എഴുതി വെച്ച ദൈവവചനം വായിച്ചു, ചില വ്യക്തികൾക്ക് നോട്ടീസിൽ തൻ്റെ കൈകളിൽ കിട്ടിയ പേപ്പറിൽ നിന്നും ചിലത് കാണുവാനും കേൾക്കുവാനും ഇടയായി. ചിലർ
സുവിശേഷം മറ്റൊരു വ്യക്തിയിൽ നിന്നും കേട്ടു. ഇങ്ങനെ പല വിധത്തിലാണ് കർത്താവിനെ അനുഭവിച്ചത്. ഈ ഓരോ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ അത് കേൾക്കുന്ന ചിലരെങ്കിലും കർത്താവിനെ അനുഭവിക്കും. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ചലിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഓരോ വ്യക്തികളിലും ചിലത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ബലമുള്ളതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എന്നെ കാണുന്ന ആരെങ്കിലും ഇന്ന് പുതുതായി സുവിശേഷം കേൾക്കുന്നവരാണോ, അല്ല യേശു സൗഖ്യമാക്കും എന്ന് കേൾക്കുന്നവരാണോ, അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്ന് ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഏതെങ്കിലും പ്രയാസത്തോടെയാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ ഒരത്ഭുതത്തെ പ്രതീക്ഷിച്ചാട്ടെ. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇതുവരെ കർത്താവിനെ അനുഭവിക്കാത്തവർ അനുഭവിക്കട്ടെ, ഇതുവരെ സൗഖ്യം അനുഭവിക്കാത്തവർ സൗഖ്യം അനുഭവിക്കട്ടെ, ഇതുവരെ അത്ഭുതങ്ങളിൽ വിശ്വാസമില്ല എന്ന് പറയുന്നവർ കർത്താവെ ഇന്ന് ദൈവത്തിൽ നിന്ന് ചിലത് അനുഭവിക്കട്ടെ. അപ്പാ യേശുവേ, നിന്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവെ. സ്വർഗം സ്നേഹം കൊണ്ട് നിറഞ്ഞതാ. സ്വർഗം സമാധാനം കൊണ്ട് നിറഞ്ഞതാ സ്വർഗം കർത്താവെ. അപ്പോൾ അതിൻ്റെ അതിരുകൾ വളരെ വിശാലമാണ് കർത്താവെ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളുണ്ടാകട്ടെ. ഇവർ മടുത്തുവെന്ന് പറയുന്ന വിഷയത്തിനുമേൽ ദൈവത്തിൻ്റെ ക്രിയ, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടട്ടെ. അപ്പോൾ പെയിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി, ഒരുപക്ഷെ അദ്ദേഹം പെയിൻറ്റ് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. ആ വ്യക്തിയുടെ ലൈഫിൽ മങ്ങിപ്പോയ ചില കാര്യങ്ങളെ ദൈവം നേരെയാക്കുന്നത് കാണാം. വിട്ടുപോയി, ചേർത്തിരിക്കേണ്ടത് വിട്ടുപോയി, നിറം മങ്ങിപ്പോയി, സന്തോഷമില്ലാതെയായിപ്പോയി. കർത്താവെ, അവിടെ ദൈവത്തിൻ്റെ വ്യക്തതയുണ്ടാകട്ടെ. അപ്പോൾ ആ മങ്ങിയിടത്ത് ദൈവത്തിൻ്റെ സമാധാനം വസിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ചലിക്കട്ടെ. ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. കർത്താവെ, സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കർത്താവെ, ഇവർ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇവർ കേട്ട ഒരു കോംപ്ലിക്കേഷൻസും ആ കുഞ്ഞിലുണ്ടാകാതെ ദൈവത്തിൻ്റെ അത്ഭുതം ഇവിടെ അനുഭവിക്കട്ടെ. സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ വലിയ നിറവ് ചലിക്കണമപ്പാ, അത്ഭുതം കാണണമപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയിൽ നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലസ് യു.